നമ്മൾ കേരളവും ഇന്ത്യയും ഒക്കെ കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത്. നമ്മൾ പറയാറില്ല. അല്ല, അത് നമ്മൾ അറിയത്തില്ല. അതാണ് കാര്യം. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില വാലും തലയില്ലാത്ത ചില ബിറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യുന്നത്, ചില വിഷയങ്ങളെ അനലൈസ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അത് ഏത് പണ്ഡിതനായ ഒരാളാണോ, പഠിച്ചിട്ടാണോ, അതൊരു വികാരപരമായിട്ട് എവിടെയോ ഒരു കവലയിൽ ഇരുന്നിട്ട് അടിച്ചു വിടുന്ന പടച്ചു വിടുന്നതാണോ നമ്മൾ അറിയുന്നില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇൻസ്റ്റൻ്റായിട്ട് തോന്നുകയാണ്, ഇതൊരു ശരിയാണല്ലോ, നമ്മൾ 100 പേർക്ക് ഷെയർ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുന്നു, നമ്മളങ്ങ് തീരുമാനം എടുക്കുന്നു. അതിനകത്ത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ആളുകളെ ഈ ഇൻഫർമേഷൻ ഫ്ലഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കുത്തൊഴുക്കാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഇരുന്നിട്ട് സങ്കല്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളരെ മോശമായ സ്ഥിതിയിലാണെന്ന്. അല്ല, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ്റർനെറ്റ് മുതൽ ടെക്നോളജി മുതൽ ഏത് കാര്യത്തിലാണ് നമ്മൾ പുറകിൽ? സത്യം അല്ലേ? ലോകത്ത് ഇപ്പം അമേരിക്ക കിട്ടുന്ന ഏത് ഫെസിലിറ്റിയാണ് ഇന്ത്യ കിട്ടാത്തതുള്ളത് എന്ന് ചിന്തിച്ച് ചോദിക്കുക. സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ പുറകിലാണ്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളിൽ ചില പുറകാണ്. പക്ഷേ ഫെസിലിറ്റി, ജീവിക്കാനുള്ള ഫെസിലിറ്റി, നിങ്ങൾക്ക് കാശ് മുടക്കിയാൽ അമേരിക്കയിലും കാശ് മുടക്കാതെ ഒന്നും കിട്ടില്ലല്ലോ. അവിടെ കിട്ടുന്ന ഏത് ഫെസിലിറ്റി ഇവിടെ കിട്ടില്ലേ? അമേരിക്കയിൽ ഒരു ഐഫോൺ ഇന്ന് റിലീസ് ചെയ്താൽ നാളെ അല്ല അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരുമല്ലോ. പണ്ട് നമ്മൾ ഫോറിൻ സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. വിദേശത്ത് വരുന്ന ഒരാൾ കാത്തിരിക്കാൻ വേണ്ടി ഫോറിൻ സാധനം, ഫോറിൻ കുട വരെ, ഒരു കുട പോലും ഫോറിൻ കുട എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കുന്നത്. എൻ്റെ ബാല്യകാലത്തൊക്കെ വിദേശത്ത് വരുന്ന പറയും മടക്കുന്ന കുടയും കൊണ്ടുവരുന്നത്, അതിന് ഫോറിൻ കുട എന്നാണ് പേരിട്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളർന്ന സമയത്തുണ്ട്. എന്തിനാ ലുങ്കി ഗൾഫിൽ നിന്ന് വരുന്നവരാ നല്ല തുണിയുള്ള ഈ ലുങ്കിയും കയ്യിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരുമാതിരി പരുത്തി തുണിയായിരുന്നു. ഇതൊക്കെ 80s ജീവിച്ചിരുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഒരു കാർ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങിയെന്നാ. നമുക്കൊരു അംബാസഡർ കാർ കിട്ടണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമായിരുന്നു, ബുക്ക് ചെയ്തിട്ട് 1.5 വർഷമൊക്കെ. ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ എംപിയുടെ റെക്കമെൻഡേഷൻ വേണമായിരുന്നു ഒരു കാലത്ത്. 80s 90s കാര്യം ഞാനീ പറയുന്നത്. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് ഞങ്ങളുടെ എറണാകുളത്ത് പ്രിന്റിങ് നടക്കുന്ന പ്രസ്സിലേക്ക് വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ബുക്ക് ചെയ്തിട്ട് 1.5, 2, 3 മണിക്കൂറൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രിന്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു തെറ്റ് വന്നത് തിരുത്താൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് STD ഫെസിലിറ്റി ഇല്ലായിരുന്നു. മരങ്ങാട്ടുപള്ളി ഒരു STD ബൂത്താണ് ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. 16ാമത്തെ ആളായിട്ട് എനിക്ക് പോയി നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളവും ഇന്ത്യയും നമ്മൾ സങ്കല്പിക്കുക. ഇന്ന് ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ ഇവിടെ കിട്ടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നോക്കൂ. ഇത്രയും യൂട്യൂബ് വീഡിയോ നിങ്ങൾ തടസ്സമില്ല കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുതൽ അണ്ടർ സീ ഒപ്റ്റിക്കൽ ഫൈബർ മുതൽ എന്തെല്ലാം ഫെസിലിറ്റികൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാടിനെയും നമ്മുടെ പോരായ്മകളെയും ഒക്കെ പറയുമ്പോഴും ഈ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സാറ്റലൈറ്റുകൾ, ISRO പോലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ മിലിറ്ററി സംവിധാനങ്ങൾ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ന് പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ പറയും, നാട്ടുകാരുടെയും ആ പട്ടിണി കിടക്കുന്ന ആളുടെയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഗ്രാമത്തിൽ ഒരാൾ ഭക്ഷണമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ, ആരെങ്കിലും അറിഞ്ഞാൽ അവർ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമൂഹം അവർക്കുള്ള ഭക്ഷണം കൊടുത്തിരിക്കും. മനസ്സിലായില്ലേ? ഇല്ലേ? സാമൂഹ്യ സംഘടനകളാണെങ്കിലും പള്ളിയായിരിക്കാം, വ്യക്തികളായിരിക്കാം, അതിന് തയ്യാറുള്ള ഏത് ഗ്രാമത്തിലും അതിനുള്ള ആളുകളുണ്ട്. ഇല്ലേ? ചികിത്സയ്ക്ക് പോലും ഒന്നാലോചിക്കുക, ഒരാൾക്ക് ഒരു രോഗം വന്നു, അയാൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഇത്ര ലക്ഷം രൂപ വേണം, അപ്പോഴേ ജനം അങ്ങ് ഇറങ്ങി പിരിച്ചു കൊടുത്ത് സഹായിക്കില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെ അറിയിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ്. അല്ലാതെ ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകളെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ പറ്റും. പട്ടിണി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും അതായ പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ആക്സസിബിലിറ്റി ഇല്ലാത്തതും അവിടുത്തെ സാമൂഹ്യ സംഘടനകളുടെ എഫിഷ്യൻസി കുറവും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഗോഡൗണുകളിൽ, നമ്മളുടെ FCI ഗോഡൗണുകളിലൊക്കെ ഒരു 3-4 വർഷത്തേക്കുള്ള ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈയിടെ ഒരു FCIയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ. അല്ലാതെ ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വളരെ അപൂർവം ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചില എണ്ണയൊക്കെ പോലെ ചില സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി സെൽഫ് സഫിഷ്യൻ്റായി നമ്മുടെ രാജ്യം. എന്നാൽ 70കളിലോ 80കളിലൊക്കെ ആയിരുന്നില്ല സ്ഥിതി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു സാധാരണ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെയൊക്കെ പ്രതീക്ഷയിൽ മാറേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, സിവിക് സെൻസ്. അത് നമുക്ക് യൂറോപ്പിലെയോ അമേരിക്കയിലെയോ ന്യൂസിലൻഡിലെയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വൃത്തി, സൗന്ദര്യബോധം, പ്രകൃതിബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒരു 2 നൂറ്റാണ്ട് പുറകിലാണ് കിടക്കുന്നത്. ഒരു രക്ഷയില്ല. ശരിയാ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പോരായ്മ. ഇതെല്ലാം റെഡിയാവുകയും പൗരബോധമുള്ള, സിവിക് സെൻസ് ഉള്ള, സാമൂഹ്യബോധമുള്ള മനുഷ്യരും ഭരണാധികാരികളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇത് മാറും.